ഓം 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 ഗം ഗണപതയേ നമഃ. ഓം സംസരസ്വത്യേ നമഃ. ഓം ഗുരുഭ്യോ നമഃ. ഓം ബ്രഹ്മാ വിഷ്ണു രുദ്ര മഹേശ്വര സദാശിവ ദുർഗാ ലക്ഷ്മീ സരസ്വതി സാവിത്രി രാധാദേവ്യൈ നമഃ. ഓം പ്രസീദ വിശ്വേശ്വരി വിശ്വപ്രസീദേ പ്രസീദ വിശ്വേശ്വരി വേദരൂപിണി പ്രസീദ മായാമയ മന്ത്രവിഗ്രഹേ പ്രസീദ സർവേശ്വര സർവരൂപിണി. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ആനോ ഭദ്രാഃ കൃതവോ യന്തു വിശ്വതഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മത് ആചാര്യപര്യന്തം വന്ദേ ഗുരുപരമ്പരാം. സർവവേദാന്തസിദ്ധാന്തഗോചരം തമഗോചരം ഗോവിന്ദം പരമാനന്ദം സദ്ഗുരും പ്രണതോസ്മ്യഹം. ഓം ശ്രീ സദ്ഗുരു പരമാത്മനേ നമഃ. ഭക്തജനങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നമസ്കാരം. പരാശക്തിയുടെയും ആദിശങ്കര ഭഗവത്പാദരുടെയും അനുഗ്രഹം കൊണ്ട് നാം ഇപ്പോൾ സൗന്ദര്യലഹരി എന്ന മഹാസ്തോത്രത്തിൻ്റെ അർത്ഥമഹാത്മ്യത്തെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് 26ാമത്തെ ശ്ലോകത്തിൻ്റെ മഹാത്മ്യമാണ് അറിയുവാൻ പോകുന്നത്. ഈ സ്തോത്രത്തിന് നൽകപ്പെട്ടിരിക്കുന്ന മന്ത്രം ഓം ശ്രീ സതീദേവ്യൈ നമഃ. ഓം ശ്രീ സതീദേവ്യൈ നമഃ. ഈ സ്തോത്രം ജപം ചെയ്ത് സിദ്ധി വരുന്ന പക്ഷം അവർക്ക് ലഭിക്കുന്ന ഫലം അത് ശത്രു ഭയം നീങ്ങി ശത്രു വിജയം കൈവരിക്കുവാൻ വേണ്ടിയാണ്. നമ്മളോട് അല്ലെങ്കിൽ നമ്മൾക്ക് ആരോടെങ്കിലും ശത്രുത ഉണ്ടെങ്കിലും നമ്മളിൽ ആരെങ്കിലും ശത്രുത്വം കാട്ടുകയാണെങ്കിലും ആ ശത്രുബാധയിൽ നിന്നും രക്ഷ പ്രാപിക്കുവാനായി പരാശക്തിയുടെ അനുഗ്രഹം ഹേതുവായിക്കൊണ്ട് ഈ സ്തോത്രത്തെ ജപം ചെയ്ത് സിദ്ധി വരുത്തേണ്ടതാകും. ഈ സ്തോത്രം ജപിക്കുമ്പോൾ ചെയ്യേണ്ട സങ്കല്പത്തിൽ നാം പറയേണ്ടത് ഷഡ്വിംശതി എന്നുള്ള 26ാമത്തെ ശ്ലോകമാകുന്നത്. ശത്രു വിജയാർത്ഥം ഷഡ്വിംശതി ശ്ലോകം ജപേത്. ശത്രു വിജയാർത്ഥം ഷഡ്വിംശതി ശ്ലോകം അല്ലെങ്കിൽ സ്തോത്രം ജപേത്. ഈ സ്തോത്രത്തിൽ കൊടുത്തിരിക്കുന്ന മഹാത്മ്യം എന്താണെന്ന് നോക്കുകയാണെങ്കിൽ സദാശിവൻ എന്ന് പറയപ്പെടുന്ന പരമാത്മസ്വരൂപം പരാശക്തിയുടെ നായകനാകുന്നു, ഭർത്താവാകുന്നു. ആ സദാശിവൻ്റെ മഹാത്മ്യത്തെക്കുറിച്ചാണ് എടുത്തു പറയുന്നത്. ശദാശിവന് മാത്രമാണോ മഹാത്മ്യം? ആ സദാശിവൻ്റെ മഹാത്മ്യം അറിയുവാൻ സാധിക്കുന്നത് പരാശക്തിയുടെ പാതിവൃത്തം എന്ന് പറയപ്പെടുന്ന ദീർഘസുമംഗലി യോഗത്തിൻ്റെ മഹാത്മ്യം കൊണ്ടാകുന്നു. അങ്ങനെ പരമശിവൻ്റെ അല്ലെങ്കിൽ സദാശിവൻ്റെ മഹാത്മ്യത്തെ എടുത്തു പറയുന്ന ഒരു ശ്ലോകമാകുന്നു ഇത്. ജപിക്കേണ്ട രീതി, ഒരു വർഷത്തിൽ 12 അമാവാസ്യ ഉള്ളത്. അതിൽ 6 അമാവാസ്യ തുടർച്ചയായി അതിരാവിലെ ഒരു അമാവാസ്യ ദിവസം ഭക്തരായിരിക്കുന്ന പുണ്യാത്മാക്കൾ കിഴക്ക് മുഖമായി ഇരുന്ന് 1000 പ്രാവശ്യം ഈ മന്ത്രത്തെ ഈ ശ്ലോകത്തെ ജപം ചെയ്ത് സിദ്ധി വരുത്തേണ്ടതാകുന്നു. അങ്ങനെ ചെയ്യുന്ന പക്ഷം അവരിലുള്ള എല്ലാവിധമായ ഭീതിയും അല്ലെങ്കിൽ ശത്രുത്വവും എല്ലാം നീങ്ങി അവർക്ക് പലവിധമായ പുകഴ് അല്ലെങ്കിൽ പ്രശസ്തി എന്നുള്ളതെല്ലാം നേടിയെടുക്കാൻ സാധ്യമാകും. നിവേദ്യം ശർക്കര കൊണ്ട് അന്നം കൊണ്ടും ചേർത്തുണ്ടാക്കിയ പായസം. ശത്രുത നീങ്ങാനുള്ള കാരണം മനുഷ്യ ജന്മത്തിൽ മനുഷ്യർക്ക് മാത്രമല്ല ലോകത്തിലെ എല്ലാവർക്കും ശത്രുതയുണ്ട്. ദേവന്മാർക്കും ശത്രുതയുണ്ട്, അവരാണ് അസുരന്മാർ. എല്ലാ മൃഗങ്ങൾക്കും അവർക്ക് ശത്രുവുണ്ട്. നവഗ്രഹങ്ങളിലും അവർക്ക് ശത്രുക്കളുണ്ട്. ലോകത്തിൽ ശത്രുതയില്ലാത്തവർ ആരുമില്ല. പക്ഷേ സാധാരണഗതിയിൽ ശത്രുത ഇനിയൊരു ആളോടായിരിക്കും. ചില സമയങ്ങളിൽ മനുഷ്യർ സ്വന്തമായി തന്നെ തനിക്ക് താനേ തന്നെ ശത്രുവായിത്തീരുന്നു. സാധാരണ ഒരു ചൊല്ലുണ്ട്, മാതാപിതാക്കൾ കുഞ്ഞുങ്ങളുടെ ശത്രുവാണെന്ന്. ഇത് ആവശ്യത്തിലധികം അച്ഛനമ്മമാർ വന്ന് മക്കൾക്ക് അവർക്ക് തകുതി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അർഹതയിൽ കൂടുതലായി കൊടുക്കുന്ന സ്നേഹവാത്സല്യം അവർക്ക് ഒടുവിൽ ശത്രുതയായി തന്നെ ഭവിക്കപ്പെടും എന്നുള്ള ഒരു ഉദ്ദേശം കൊണ്ടാണ്. ഇവിടെ ശത്രുത്വം എന്ന് പറയപ്പെടുന്നത് ജ്യോതിശാസ്ത്രത്തിൽ നോക്കുകയാണെങ്കിൽ 6ാം ഭാവം കൊണ്ടും 3ാം ഭാവം കൊണ്ടും ചിന്തിക്കാം. 6ാം ഭാവത്തിൽ തസ്കരാരാദി വിഘ്നാദി വ്യാധയച്ച ധനുഷതി മരണം വാരിശസ്ത്രേണ ചിന്തനീയാകി ഷഷ്ടത. ഈ 6ാം ഭാവത്തിലാണ് ശത്രുത്വത്തെക്കുറിച്ചും രോഗത്തെക്കുറിച്ചും പതനത്തെക്കുറിച്ചും അവമാനത്തെക്കുറിച്ചും അപകീയത്തെക്കുറിച്ചും എല്ലാം സംസാരിക്കപ്പെടുന്നത്. 3ാം ഭാവം എന്ന് പറയപ്പെടുന്നത്
അത് എങ്ങനെ നാം തരണം ചെയ്യാം, അല്ലെങ്കിൽ നമ്മളതിൽ എങ്ങനെ ബാധിക്കപ്പെടുന്നു എന്നുള്ളതിനെക്കുറിച്ചാവും. ഭഗവാനെ പ്രാർത്ഥിച്ചാണ് നമ്മളിൽ സത്യത്തെ കണ്ടെത്താൻ സാധിക്കുന്നത്. ഞാൻ ശരീരമല്ല, ആത്മാവാകുന്നു. ആത്മാവിന് ശത്രുമിത്വമില്ല. ലോകത്തിൽ ഒരേ ഒരു ആത്മാവാണ് മാത്രമാണുള്ളത്. ആ ആത്മാവിൽ നിന്ന് ജനിക്കപ്പെട്ടതാകുന്നു ജീവൻ എന്നുള്ള ജീവശക്തികൾ. ആ ജീവനെ നിലനിർത്തുവാൻ വേണ്ടി ശരീരം. അങ്ങനെ ഒന്നിനോടൊന്ന് ബന്ധപ്പെട്ടാണ് ഈ ലോകശൃംഖല അല്ലെങ്കിൽ ഈ സംസാരം എന്ന് പറയപ്പെടുന്നത് ഇങ്ങനെ ജീവിച്ചു പോരുന്നത്. അപ്പോൾ മനുഷ്യർ ഭഗവാനെ പ്രാർത്ഥിക്കുന്നതുകൊണ്ട് മാത്രം അവരിലെ വന്നു ചേരുന്ന ശത്രുത്വത്തെയും, അവർക്ക് സ്വന്തമായി തന്നെ ശത്രു തോന്നുകയാണെങ്കിൽ അതും നീങ്ങിക്കിട്ടാൻ ഈ മന്ത്രം ഉപകരിക്കും. അത്യധികം അർത്ഥഗർഭമുള്ള ഒരു ശ്ലോകമാണ് ആദിശങ്കര ഭഗവത്പാദർ ഇവിടെ രചിച്ചിരിക്കുന്നത്. പരാശക്തിയുടെ അനുഗ്രഹം കൊണ്ട് ആദിശങ്കര ഭഗവത്പാദരുടെ ബുദ്ധിയിലൂടെ ശക്തി പ്രവേശിച്ച് അദ്ദേഹത്തിൻ്റെ തിരുവചനത്തിലൂടെ ഈ സ്തോത്ര മാഹാത്മ്യത്തെ എടുത്തു പറയുന്നു. അപ്പോൾ പരാശക്തി അത് കേട്ട് പുഞ്ചരിച്ചുകൊണ്ട് ശങ്കരന് തഥാസ്തു എന്നുള്ള അനുഗ്രഹവും നൽകുന്നു. അതുകൊണ്ടാണ് ഈ സൗന്ദര്യലഹരിയിലെ എല്ലാ ശ്ലോകങ്ങളെയും ജപിക്കുമ്പോഴും പരിപൂർണമായ ദേവിയുടെ അനുഗ്രഹം ഉടനെ തന്നെ നമുക്ക് ലഭിക്കുന്നതാണ് എന്ന് പറയാൻ കാരണം. നാം ഒന്ന് രചിച്ചതുകൊണ്ട് മാത്രമായില്ല, അത് ഒരാൾ അക്സെപ്റ്റ് ചെയ്യുകയും വേണം, അല്ലെങ്കിൽ അപ്രൂവ് ചെയ്യണം. അപ്പോഴാണ് അതിന് മഹാത്മ്യം കൂടുന്നത്. ഈ ശ്ലോകത്തിന് ഒരു വിശേഷമായ ചക്രമാണ് നൽകിയിരിക്കുന്നത്. ഷാ എന്ന് മലയാളത്തിൽ എഴുതുന്ന വലിയ അക്ഷരത്തിൽ ഒരു ഷാ എന്ന് എഴുതുമ്പോൾ അതിന് മുകളിലായി തൃശ്ശൂലത്തിൻ്റെ ഒരു ആകൃതിയും, ഷാ എന്നുള്ള ആ ലിപി എഴുതി കഴിയുമ്പോൾ അതിന് രണ്ട് വശത്തായി ഇടതുവശത്തും ക്ലീം എന്നുള്ള ബീജാക്ഷര മന്ത്രത്തെയും എഴുതണം. ഇങ്ങനെയാണ് ഈ സ്തോത്രത്തിൽ നൽകപ്പെട്ടിരിക്കുന്ന പ്രധാന തത്വങ്ങൾ. നമുക്ക് വിശദമായി മനസ്സിലാക്കാം. ശ്ലോകം എന്ത് പറയുന്നു എന്ന് നോക്കാം. വിരിഞ്ചിഹി പഞ്ചത്വം വ്രജതി ഹരിഹി ആപ്നോതി വിരതിം വിനാശം കീനാശഃ ഭജതി ധനദഃ യാതി നിധനം വിതന്ത്രി മാഹേന്ദ്രീ വിതതരപി സമ്മീലിതദൃശ മഹാസംഹാരേസ്മിൻ വിഹരതി സതി ത്വത്പതിരസൗ. വിരിഞ്ചിഹി പഞ്ചത്വം വ്രജതി ഹരിരാപ്നോതി വിരതിം വിനാശം കീനാശോ ഭജതി ധനധോ യാതി നിധനം വിധന്ത്രി മാഹേന്ദ്രീ വിതതിരപി സമ്മീലിതദൃശ മഹാസംഹാരേസ്മിൻ വിഹരതി സതി ത്വത്പതിരസൗ. വിരഞ്ചി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രഹ്മാവ് എന്നർത്ഥം. ബ്രഹ്മാവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു സംഭവം, വലിയൊരാള്. ഭ്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ വലുത് എന്നർത്ഥം. മാ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവൻ. ഭ്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരം, മാ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആത്മാവ്. അപ്പോൾ ജനിക്കപ്പെടുന്ന സൃഷ്ടിക്കപ്പെടുന്ന എല്ലാ തത്വങ്ങളിലും അതിനൊരു ശരീരവും ആ ശരീരത്തിന് ഒരു ജീവനും നൽകി ബ്രഹ്മാവ് സൃഷ്ടിക്കുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് ബ്രഹ്മാവ് എന്നുള്ള പേര് നൽകി. ബ്രഹ്മാവിൻ്റെ സൃഷ്ടി എന്ന് പറയുന്നത് അതിരഹസ്യമാകുന്നു. ബ്രഹ്മം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിരഹസ്യം എന്നുള്ള അർത്ഥവുമുണ്ട്. പുലർകാലെ ബ്രഹ്മമുഹൂർത്തം എന്ന് കേട്ടിട്ടുണ്ടാവും. ഈ ബ്രഹ്മമുഹൂർത്തത്തിൽ ഇരുട്ട് പതുക്കെ അപ്രത്യക്ഷമാകുന്നു, പ്രകാശം പതുക്കെ പൊന്തി വരുന്നു. അപ്പോഴും തെളിച്ച് കാണാൻ സാധ്യമല്ല, അതൊരു രഹസ്യമായ സമയമായിരിക്കും. അതുകൊണ്ട് രഹസ്യോപാസന ചെയ്യുന്ന മഹർഷികളെല്ലാം ധ്യാനയോഗാദികൾ ചെയ്യുന്നത് ഈ ബ്രഹ്മമുഹൂർത്തത്തിലാകുന്നു. അപ്പോൾ ബ്രഹ്മാവ് എന്ന് വെച്ചാൽ സൃഷ്ടിക്കപ്പെടുന്ന വ്യക്തി ആരാണോ, ദൈവിക ശക്തിയുള്ള വ്യക്തി ആരാണോ, അദ്ദേഹത്തിന് ബ്രഹ്മാവ് എന്ന് പറയുക. ബ്രഹ്മാവിന് വിരഞ്ചിഹി വിരചിതം ചെയ്യുന്നവനാകുന്നു. എല്ലാം വേണ്ട രീതിയിൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന മഹാത്മാവായതുകൊണ്ട് അദ്ദേഹത്തിന് വിരഞ്ചിഹി എന്നുള്ള, വിരഞ്ചി അല്ലെങ്കിൽ വിരിഞ്ചി. പഞ്ചത്വം, പ്രപഞ്ചത്തിലുള്ള എല്ലാ തത്വങ്ങളെയും ഈ ബ്രഹ്മാവ് സൃഷ്ടിക്കുന്നു. അങ്ങനെയുള്ള ബ്രഹ്മാവ് വ്രജതി ഹരിരാപ്നോതി വിരതിം, ആ ബ്രഹ്മാവും മരണത്തെ നേരിടുന്നു. അതിനുശേഷം ഹരി എന്ന് പറയപ്പെടുന്ന വിഷ്ണുവും ആപ്നോതി, ആ അവസാന ദിവസത്തെ നേരിടുന്നു. വിരതിം വിനാശം, അവസാനത്തെ നേരിടുന്നത് കൊണ്ട് കീനാശഃ ഭജതി, എല്ലാവർക്കും നാശം സംഭവിപ്പിക്കുന്ന യമനും അന്ധകൻ എന്ന പേര് പറയപ്പെടുന്നു. അന്ധകൻ എന്ന് വെച്ചാൽ ധർമ്മദേവത എപ്പോഴും കണ്ണടച്ചിരിക്കും. സത്യം എവിടെയുണ്ടോ അവിടെ മാത്രമേ നോക്കുകയുള്ളൂ. നിഷ്പക്ഷതയാണ്. അതാണ് ഇന്നും കോർട്ടിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോർട്ടിലെ അവരുടെ സിംബോൾ നോക്കി കഴിഞ്ഞാൽ അറിയാം. ഒരു
സ്ത്രീ കണ്ണ് കെട്ടി ഒരു തുലാസ് ഇങ്ങനെ രണ്ട് പതായി പിടിച്ച് നിൽക്കുന്നത് കാണാൻ പറ്റും. തുല്യമായി നോക്കുന്നു, കണ്ണുകൊണ്ട് പുറത്തുള്ള കണ്ണുകൊണ്ട് കാണുന്നില്ല, സത്യത്തെ മാത്രം ദർശിക്കുന്നു, അതിന് വേണ്ടതായിട്ടുള്ള പ്രതിഫലം നൽകുന്നു എന്നുള്ളതുകൊണ്ടാണ്. അതുകൊണ്ടാണ് അന്ധകൻ. അല്ലാണ്ട് അദ്ദേഹം കണ്ണു കാണാൻ പറ്റില്ല എന്നുള്ളതല്ല. ദയാദാക്ഷിണ്യം നോക്കാതെ, വലിയവനാണോ ചെറിയവനാണോ നോക്കാതെ, പാവിയാണോ പുണ്യവാനാണോ നോക്കാതെ, ഇനി അഥവാ ദൈവത്തിൻ്റെ അവതാരം തന്നെയാണോ എന്ന് നോക്കാതെ പോലും അദ്ദേഹം സമയമായി കഴിഞ്ഞാൽ ജീവനെ പൊക്കിക്കൊണ്ട് പോകും. അതുകൊണ്ട് അദ്ദേഹം അന്ധകൻ എന്നുള്ള പേര് കിട്ടി. അങ്ങനെ അന്ധകനും ധനദഹായാദി കുബേരൻ എന്ന് പറയപ്പെടുന്ന അഷ്ടദിക്പാലകരിലെ നോർത്ത്, അതായത് ഉത്തര കോർണർ അല്ലെങ്കിൽ ഉത്തര ദിക്കിനെ ഭരണം ചെയ്തു വരുന്ന മഹാദേവന്റെ വളരെ പ്രിയപ്പെട്ട ഒരു ഭക്തനാകുന്നു കുബേരൻ. എല്ലാ ധനസമൃദ്ധിയെയും മഹാലക്ഷ്മിയാണ് അദ്ദേഹത്തിൻ്റെ സൂപ്പർവൈസർ അല്ലെങ്കിൽ ദേവത. മഹാലക്ഷ്മിയുടെ അനുഗ്രഹം കിട്ടണമെങ്കിൽ പരമശിവനെ തൃപ്തിപ്പെടുത്തണം. ശിവന്റെ തൃപ്തി ഉണ്ടെങ്കിൽ മാത്രമേ മഹാലക്ഷ്മി അനുഗ്രഹിക്കുകയുള്ളൂ. ശിവനാണ് മഹാലക്ഷ്മിയുടെയും സൂപ്പർ സീനിയർ ബോസ്. അങ്ങനെ ശിവൻ, മഹാലക്ഷ്മി, കുബേരൻ ഈ മൂന്ന് പേരും വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നു. അങ്ങനെയുള്ള ആ കുബേരൻ, അഷ്ടദിക്പാലകരിലെ കുബേരൻ ഈ കിഴക്ക് ഭാഗത്ത് എന്ന് തുടങ്ങുന്നു. അവിടെയാണ് ഇന്ദ്രൻ വാസം ചെയ്യുന്നത്. ഇന്ദ്രൻ, അഗ്നി, വായു, വരുണൻ, സൂര്യൻ, നിരതി, കുബേരൻ ഇങ്ങനെയുള്ള അഷ്ടദിക്പാലകന്മാരും അന്ത്യത്തെ പ്രാപിക്കുന്നു. ഇവർക്കൊന്നും മരണമില്ല. മരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേഹത്തെ നഷ്ടപ്പെടുക എന്നുള്ളതാകുന്നു. ആത്മാവിന് മരണമില്ല. ജീവൻ പ്രപഞ്ചത്തിൽ പോയി ചേരുന്നു. ആ ജീവനെ തിരിച്ചെടുത്തുകൊണ്ടുവന്നാണ് ആത്മാവ് യോജിപ്പിച്ചുകൊണ്ട് ഇനിയൊരു ജന്മം എടുക്കുന്നത്. അപ്പോൾ ഇവർ മൂന്ന് ദിക്കിലായിട്ട് പോകുന്നു. ശരീരം, ഈ പഞ്ചഭൂതങ്ങളെ കൊണ്ട് നിർമ്മിക്കപ്പെട്ട ശരീരം, സപ്തധാതുക്കളെ കൊണ്ട് നിർമ്മിക്കപ്പെട്ട ശരീരം, ദശേന്ദ്രിയങ്ങളെ കൊണ്ട് നിർമ്മിക്കപ്പെട്ട ഈ ശരീരം, 36 തത്വങ്ങളെ കൊണ്ടാണ് ശരീരത്തെ ഉത്പാദിപ്പിച്ചിരിക്കുന്നത്. അതെല്ലാം തന്നെ അതാതിൻ്റെ സോഴ്സസ്, അതാതിൻ്റെ ഉറവിടത്തിലേക്ക് തന്നെ തിരിച്ചു തരുന്നു. അങ്ങനെ ജീവൻ അന്തരീക്ഷത്തിൽ ലയിക്കും. അന്തരീക്ഷത്തിൽ ലയിച്ചു കിടക്കുന്ന ജീവനെ ആത്മാവ് എപ്പോൾ ഈ ജീവന് വീണ്ടും ജന്മം കൊടുക്കണമെന്ന് ദൈവത്തിൻ്റെ ആശിസ്സുണ്ടാകുന്നുവോ, വിധാതാവായിരിക്കുന്ന ബ്രഹ്മാവിൻ്റെ അനുഗ്രഹം ലഭിക്കുന്നു, അല്ലെങ്കിൽ കോൾ ഷീറ്റ് കിട്ടുന്നുവോ, ആ നേരം ആ ആത്മാവ് ആ ജീവനെ വിളിക്കും. എന്നെയും ധരിച്ചുകൊണ്ട് നീ ഇന്ന ശരീരത്തിൽ ഇന്ന മാതാപിതാക്കന്മാരുടെ ശരീരത്തിൽ ഇരുന്ന് വളരാനായിക്കൊണ്ട് തയ്യാറായിക്കൊള്ളുക. നോട്ടീസ് കിട്ടും ആദ്യം, പിന്നീടാണ് അവർ വരുന്നത്. അങ്ങനെ സ്ഥലം കണ്ടുപിടിച്ച് ഇന്ന ഗർഭപാത്രത്തിൽ പോയി താമസിക്കാം എന്നുള്ള തീരുമാനമെടുക്കുന്നു. അതനുസരിച്ച് എങ്ങനെയാണ് ഗർഭപാത്രത്തിലേക്ക് ചെല്ലേണ്ടതെന്നുള്ള വിധിയും ഉണ്ട്. അതനുസരിച്ച് വിധി, ആ വിധി അനുസരിച്ചായിരിക്കും ഇതിനകത്ത് പ്രവേശിക്കുക. ആദ്യം പിതാവ് എന്ന് പറയപ്പെടുന്ന ഭർത്താവിൻ്റെ ശരീരത്തിൽ അല്ലെങ്കിൽ പുരുഷൻ്റെ ശരീരത്തിൽ, ഇക്കാലത്ത് ഭർത്താവാകണമെന്നുള്ള ആവശ്യമൊന്നുമില്ലല്ലോ ഗർഭം ധരിക്കാൻ, അത് കാരണം നമ്മൾ വേറെ വിധത്തിൽ മാറ്റി പറയണം. ഒരു പുരുഷൻ്റെ ശരീരത്തിലാണ് ആദ്യം ഗർഭധാരണം ഉണ്ടാകുന്നത്. 2 മാസമാണ് ഗർഭകാലത്തിൻ്റെ സമയം പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം അദ്ദേഹം ആ ബീജത്തെ സ്ത്രീയിലേക്ക് പ്രവേശിപ്പിച്ച് ഗർഭധാനം എന്ന് പറയപ്പെടുന്നു. ഇത് ഗർഭധാനമാണ്, വെറുതെ ഭോഗം ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിലുള്ള ഒരു വ്യവഹാരമല്ല. ഗർഭധാനം ചെയ്ത് 10 മാസം, അതായത് 272 ദിവസം ഈ ഭ്രൂണം ഒരു കുഞ്ഞായി വളർന്ന് വലുതായി വരുന്നു. പിന്നീട് ജനിച്ച ശേഷം അതിൻ്റെ പ്രാരബ്ധ കർമ്മങ്ങളെ അത് അനുഭവിച്ചു തുടങ്ങും. ഇതാണ് ഇതിൻ്റെ പ്രക്രിയ. അങ്ങനെയുള്ള എല്ലാ ജീവജാലങ്ങളും ഒരു ദിവസം മരണത്തെയാണ് കൂട്ടിമുട്ടുന്നത്. അങ്ങനെ ധനദഹായാദി നിധനം വിതന്ത്രി, നാശവും മടിയും ഇല്ല എന്ന് പറഞ്ഞു നടക്കുന്ന, ഉറക്കവുമില്ലാത്ത, ഉറങ്ങാതെ എപ്പോഴും കൺവിഴിച്ചുകൊണ്ട് നിൽക്കുന്ന മഹേന്ദ്രീ വിതതി രവി 14 മനുക്കളുടെ സംഘവും സമ്മീലിത ദൃശ കണ്ണ് ചിമ്മിക്കൊണ്ട് മഹാസംഹാരേസ്മിൻ ഈ മഹാപ്രളയകാലത്തിൽ വിഹരിക്കുന്നു. എല്ലാവരും അവരവരുടെ ശരീരത്യാഗം ചെയ്ത് അവരവരുടെ ജീവൻ ശരീരത്തിൽ നിന്ന് വിട്ട് പുറത്തു വന്ന് ഇപ്പോൾ അസ്തിത്വം നഷ്ടപ്പെട്ടതുപോലെ ഇരിക്കുന്ന ആ സ്ഥിതിയിൽ, ആ മഹാപ്രളയകാലത്തിലും സതിയായിരിക്കുന്ന നീ, അല്ലയോ പതിവൃതിയായിരിക്കുന്ന പരാശക്തി, ത്വത്പതിരസൗ പരാശക്തിയായ നിന്റെ ഭർത്താവായ ഈ പരമശിവൻ മാത്രമാണ് ബാക്കി വരുന്നത്. മറ്റുള്ള എല്ലാ ദേവീ ദേവന്മാരും ഈ പ്രപഞ്ചത്തിലെ ചലിക്കുന്നതും ചലിക്കാത്തതുമായിരിക്കുന്ന എല്ലാ വസ്തുക്കളും നാശം നേരിടുന്നു. പക്ഷേ നിന്റെ ഭർത്താവായിരിക്കുന്ന സദാശിവൻ മാത്രം നശിക്കാതെ നിന്നുമായി വിഹരതി, ക്രീഡിച്ചുകൊണ്ടിരിക്കുന്നു, കളിച്ചുകൊണ്ടിരിക്കുന്നു, എല്ലാപം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഈ അതിശയം സദാശിവന്റെ മഹത്വത്തെക്കുറിച്ച് അറിയണം എന്നുള്ള വിചാരത്തിലാണോ ഞാൻ പറയേണ്ടത്? അല്ല പരാശക്തിയായിരിക്കുന്ന
നിന്റെ പാതിവൃത്യം ആണോ ഇതിന് കാരണം? ഏതായാലും സദാശിവൻ ജീവിച്ചിരിക്കുന്നു എന്നതുകൊണ്ട് സദാശിവനുള്ള മഹാത്മത്തെയാണ് ഞാൻ ഇവിടെ നോക്കുന്നത് എന്ന് പറയും. ഭഗവത്പാദരുടെ ഈ വ്യാഖ്യാനം കേട്ട് ശക്തിക്ക് വളരെയേറെ സന്തോഷം ഏർപ്പെടും. ബ്രഹ്മാവ് മരണത്തെ പ്രാപിക്കുന്നു, വിഷ്ണു അവസാന കാലത്തെ നേരിടുന്നു. അന്തകൻ മുതലായ അഷ്ടദിക്പാലകന്മാരെല്ലാവരും 14 മനുക്കളും അവരുടെ അവസാന കാലത്തെ പ്രാപിക്കുന്നു. അതുപോലെ തന്നെ 14 അല്ലെങ്കിൽ 15 ദേവീഉപാസകന്മാരുണ്ട്. ഈ ലോകത്തിൽ ദൈവവചനം ചെയ്ത് ജീവിക്കുന്ന ഒട്ടനവധി മഹാത്മാക്കളുണ്ട്. എല്ലാവരും തന്നെ ധ്രുവമണ്ഡലത്തിരിക്കുന്ന ധ്രുവൻ പോലും, മാർക്കണ്ഡേയൻ പോലും പ്രളയകാലത്തിൽ എല്ലാവരും അപ്രത്യക്ഷമായി തീരും. എപ്പോഴും കണ്ണു തുറന്നുകൊണ്ടേയിരിക്കുന്ന ദേവന്മാർ അവർ കണ്ണടയ്ക്കാറില്ല. കണ്ണടയ്ക്കേണ്ട ആവശ്യമില്ല. നമ്മളുടെ മനുഷ്യജീവിതത്തിലും ഇടയ്ക്കിടയ്ക്ക് കണ്ണ് ചിമ്മിക്കൊണ്ടിരിക്കുന്ന ആളുകളെ കാണാം. അത് നല്ലതല്ല, ഒരു അസുഖമാണെന്നെല്ലാം പറയപ്പെടുന്നു. എങ്കിൽ പോലും അവർക്ക് ഈ ദൈവത്വം അല്ലെങ്കിൽ ദേവത്വം എന്നുള്ള ആ ശക്തി ശരീരത്തിൽ കമ്മിയായിട്ടുള്ളത് കൊണ്ടാണ് എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എങ്ങനെയോ ദേവന്മാർ കണ്ണടയ്ക്കാറില്ല, അവരുടെ പാദങ്ങൾ ഭൂമിയിൽ ഇടിക്കാറില്ല, ശരീരത്തിൽ അണിഞ്ഞിരിക്കുന്ന മാല, പുഷ്പമാലകൾ വാടാറില്ല. ഇതെല്ലാം ദേവന്മാർക്കുള്ള പ്രത്യേകതയാകും. അവരെ അമരന്മാർ എന്ന് വിളിക്കപ്പെടുന്നു, ചിരഞ്ജീവികൾ എന്ന് വിളിക്കപ്പെടുന്നു. എങ്കിൽ പോലും അങ്ങനെയുള്ളവരും പ്രളയകാലത്തിൽ എല്ലാവരും തന്നെ നഷ്ടമായി തീരും. ആ നേരത്ത് പോലും എപ്പോഴും ജീവിച്ചിരിക്കുന്ന പരമാത്മാവായിരിക്കുന്ന സർവോത്തമനായ നിന്റെ ഭർത്താവായ പരമശിവൻ മാത്രം പുഞ്ചിരിച്ചുകൊണ്ട് നിന്നോട് ചേർന്ന് സല്ലാപം ചെയ്തിരിക്കുന്നു. ഇതിന് കാരണം നിന്റെ പാതിവൃത്യം ഉള്ളതുകൊണ്ടാണ്. പതിയെ വ്രതമായി സ്വീകരിച്ചവൾ, പതി തന്നെയാണ് എല്ലാം, പതിയിൽ കവിഞ്ഞ് ഒന്നുമില്ല എന്നുള്ള ബോധം മനസാവാച കർമ്മണ ജീവിക്കുന്ന ഒരു സ്ത്രീക്കാണ് പതിവ്രത എന്ന് പറയപ്പെടുന്നത്. അങ്ങനെയാണ് നീ നിന്റെ ജീവിതത്തെ മറ്റുള്ളവർക്കായി കാണിച്ചു കൊടുക്കുന്നത്. ആ പരാശക്തിയായ നിന്റെ തൃപ്പാദങ്ങളിൽ എൻ്റെ അനന്തകോടി നമസ്കാരം എന്ന് പറയുന്നു ആദിശങ്കര ഭഗവത്പാദർ. ബ്രഹ്മദേവനെക്കുറിച്ച് നമ്മൾ അറിയണം. ഈ ബ്രഹ്മാവിന് എങ്ങനെയാണ് നാശം സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ബ്രഹ്മാവിൻ്റെ ആയുസ് എന്താണ്? 1000 ചതുർയുഗങ്ങളാകുന്നു ബ്രഹ്മദേവൻ്റെ ആയുസ്. അതായത് അദ്ദേഹത്തിന് 100 വയസ്സാണ്, 100 വർഷമാണ്. ബ്രഹ്മൻ്റെ 100 വർഷം, മനുഷ്യരുടെ അല്ല. മനുഷ്യരുടെ വർഷത്തിലെ കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ 4300 മില്യൺ, അതായത് 43 കോടി വർഷങ്ങളാണ്, മനുഷ്യവർഷങ്ങളാണ് ഒരു ബ്രഹ്മാവിൻ്റെ ആയുസ് എന്ന് പറയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ ആയുർകാലത്തിൽ, മൊത്തം ആയുർകാലത്തിൽ 5,04,000 മനുക്കൾ വന്നു പോകുന്നു. അതായത് ഒരു ദിവസം 14 മനുക്കൾ, ബ്രഹ്മാവിൻ്റെ ഒരു ദിവസത്തിൽ 14 മനുക്കൾ ജനിച്ചു മരിക്കുന്നു. ഒരു മാസത്തിൽ 420 മനുക്കൾ വന്നു പോകുന്നു. ഒരു വർഷത്തിൽ 5040 മനുക്കൾ വന്നു പോകുന്നു. 100 വർഷത്തിൽ 5,04,000 മനുക്കൾ വന്നു പോകുന്നു. അപ്പോൾ ഒരു മനുവിൻ്റെ ആയുസ് എന്ന് പറയുന്നത് അത്ര വലുതാണ്. അങ്ങനെയുള്ള മനുക്കളും നാശത്തിലേക്ക് പോകുന്നു. ആരെല്ലാമാണ് ഈ മനുക്കൾ എന്ന് മനസ്സിലാക്കണം നമ്മൾ. സ്വായംഭു മനു, സ്വാരോചിഷൻ, ഉത്തമൻ, താമസൻ, രൈവതൻ 5 പേരായി. ചാക്ഷുഷൻ 6, വൈവസ്വതൻ 7. ഈ വൈവസ്വത മന്വന്തരത്താണ് നാം ഇപ്പോൾ ജീവിക്കുന്നത്. ഈ വൈവസ്വതൻ എന്ന് പറയുന്ന മനു സൂര്യൻ്റെ പുത്രനാകുന്നു. സൂര്യപുത്രനാകുന്നു വൈവസ്വത മന്വന്തരത്തെ ഭരിക്കുന്ന മനു. ഇനി അടുത്തത് 8ാമത് വരാൻ പോകുന്നതായ മന്വന്തരം സാവർണി മനുവാകുന്നു. 9ാമത്തേത് ദക്ഷസാവർണി, 10ാമത്തെ ബ്രഹ്മസാവർണി, 11ാമത്തേത് ധർമ്മസാവർണി, 12ാമത്തെ രുദ്രസാവർണി, 13ാമത്തേത് ദേവസാവർണി, 14ാമത്തേത് ഇന്ദ്രസാവർണി എന്നുള്ള 14 മനുക്കളാണ് ഉള്ളത്. ഇവർ മാറി 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 രാജ്യപരിപാലനം ചെയ്തുകൊണ്ടുവരും. ഈ മനു ഒരേ വ്യക്തിയാണോ? അല്ല, എല്ലാവരും പ്രൊമോഷനിൽ വരുന്നവരാണ്. അത്യധികം പുണ്യങ്ങൾ ചെയ്ത് ധർമ്മകർമ്മങ്ങൾ ചെയ്തിട്ടുള്ള ആത്മാക്കളാണ് ഈ സ്ഥാനമാനങ്ങളിൽ എത്തിപ്പെടുന്നത്. അതുകൊണ്ടാണ് ഈ സ്തോത്രത്തിൻ്റെ ജപം തന്നെ അങ്ങനെ വെച്ചിരിക്കുന്നത്. നമുക്ക് വരുന്ന ഭീതി ഭയങ്ങളെല്ലാം പോയി സ്ഥാനമാനങ്ങൾ ലഭിക്കപ്പെടുന്ന ഒരു വലിയ ഉന്നതമായ പദവിയിലേക്ക് ഒരു ഭക്തനെ എടുത്തു ചെല്ലുന്നു എന്നുള്ളതാണ് ഈ സ്തോത്രത്തിൻ്റെ മഹാത്മ്യം തന്നെ. ഇതിൽ പ്രളയകാലത്തിൽ എല്ലാവരും നശിക്കുന്നു. പ്രളയം പല വിധത്തിലുണ്ട്. പ്രധാനമായി പറയപ്പെടുന്നത് 4 വിധത്തിലുള്ള പ്രളയങ്ങളെയാകുന്നു. 1 നിത്യപ്രളയം, 2 നൈമിത്തിക പ്രളയം, 3ാമത് പ്രാകൃതിക പ്രളയം, 4ാമത് ആത്യന്തിക പ്രളയം. 4ഉം കൂടി ചേർന്ന് കഴിയുമ്പോഴാകുന്നു മഹാപ്രളയം എന്നുള്ള
മഹാപ്രളയം എന്ന് പറയുന്ന മഹാപ്രളയ സാക്ഷിന്യേ നമഃ ലളിതാ സഹസ്രനാമത്തിൽ. ലളിതാ സഹസ്രനാമത്തിൽ അത്യുത്തമമായിരിക്കുന്ന പുണ്യനാമങ്ങളെ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്ന ഒരു സ്തോത്രമാകുന്നു ഇത്. സുമംഗലി സുഖഹരി സുവേശാഢ്യ സുവാസിന്യേ നമഃ സുവാസിന്നർച്ചന്ന പ്രീതായേ നമഃ എന്നുള്ള നാമങ്ങളെല്ലാം പറയുന്നു. സുമംഗലി, നിത്യമായ മംഗളം ഉള്ളവൾ. ഒരു സ്ത്രീക്ക് എപ്പോഴാണ് മംഗളത്വം അല്ലെങ്കിൽ മംഗള സ്വഭാവം ഉണ്ടാവുക? ഭർത്താവ് കൂടെ ഉള്ളപ്പോൾ. എങ്ങനെയുള്ള ഭർത്താവാണ്? അന്യോന്യമായി ജീവിക്കുന്ന ഉത്തമനായിരിക്കുന്ന പതിയായിരിക്കണം. തല്ലാനും പിടിക്കാനും ചീത്ത പറയാൻ നടക്കുന്നവനെ എങ്ങനെ പോയി കിട്ടിയാൽ മതി തോന്നും. അങ്ങനെയുള്ളതല്ല. ഭർത്താവിനെ പിരിഞ്ഞ് ഒരു മിനിറ്റ്, ഒരു സെക്കൻഡ് പോലും ജീവിക്കാൻ പറ്റാത്ത, അതായത് മീനിനെ ജലത്തിൽ നിന്നും ജലഭരണിയിൽ നിന്നും എടുത്ത് കരയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അതെങ്ങനെ പെടഞ്ഞു തുള്ളുമോ അതുപോലെ ഭർത്താവിൽ നിന്നുള്ള വിരയം ഒരു മിനിറ്റ് പോലും താങ്ങാൻ ശക്തിയില്ലാത്ത സ്ത്രീരത്നത്തെയാകുന്നു ഇവിടെ. അങ്ങനെയുള്ള ഒരു റിലേഷൻഷിപ്പിനെയാണ് ഇവിടെ പറയുന്നത്. നമുക്ക് ഭാഗവതത്തിലെ രാധാമാധവ യോഗം എന്നുള്ള ഭാഗത്തിൽ നമുക്കിത് മനസ്സിലാക്കാൻ സാധിക്കുന്നു. രാധാദേവി അത്യന്തം കരയുന്നു. രാധ ഒരിക്കലും കൃഷ്ണന്റെ ഭാര്യയല്ല. രാധാദേവി കൃഷ്ണന്റെ ഭാര്യ ഗോലോകത്തിലാണ്, ഭൂലോകത്തിലുള്ള ഗോകുലത്തിലല്ലായിരുന്നു. പക്ഷേ ഇവിടെ എല്ലാവരും അങ്ങനെയാണ് കീർത്തിച്ചു വരുന്നത്. ഈ രാധാദേവി കൃഷ്ണനിലും വെച്ച് സീനിയറാണ്. കണക്കെല്ലാം വെച്ച് നോക്കുമ്പോൾ 13 വർഷം അധികം പ്രായമാണ് രാധാദേവിക്കുള്ളത്. ഗോലോകത്തിലെ പരാശക്തിയുടെ 6 മുഖ്യമായ ദേവികളിലെ ഒരു ദേവിയാകുന്നു രാധാദേവി. ദുർഗാലക്ഷ്മി, സരസ്വതി, സാവിത്രി, രാധാദേവി ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ടല്ലോ. ഇത് ഈ രാധാദേവി. അപ്പോൾ കൃഷ്ണന് രാധയെ പിരിഞ്ഞ് ഒരു മിനിറ്റ് ഇരിക്കാൻ ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ രാധയ്ക്കും, അതുപോലെ തന്നെ എല്ലാ ഗോപികമാർക്കും. അതുകൊണ്ട് ഭഗവാൻ എന്ന് പറയുന്നു, ഞാൻ എപ്പോഴും നിങ്ങളുടെ ഹൃദയത്തിൽ വസിച്ചു കൊള്ളാം. ഞാൻ നിങ്ങളിൽ നിന്ന് വിട്ടുപിരിയാൻ സാധ്യമല്ല, നിങ്ങൾക്കും എന്നെ പിരിഞ്ഞിരിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് നിങ്ങൾ എന്നെ രഹസ്യമായി തന്നെ നിങ്ങളുടെ മനസ്സിൽ വെച്ച് ആരാധിച്ചു വരൂ. അപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് നിങ്ങളെ നോക്കിക്കൊള്ളാം. ഭഗവാനും മനസ്വിനി, മാനവതി, മഹേഷി, മംഗളാകൃതി എന്നുള്ള ലളിതാ സഹസ്രനാമത്തിലെ ഈ നാമം സർട്ടിഫൈ ചെയ്യുന്നു. മനസ്സിനകത്തായിരിക്കുന്ന ആ ദൈവിക ശക്തി നമ്മളെപ്പോഴും അങ്ങനെയാണ് ഓർക്കേണ്ടത്. ദൈവം നമ്മളുടെ കൂടെ തന്നെ ഉണ്ട് എന്നുള്ള ആ വിചാരം നമുക്കെപ്പോഴും നല്ല ഒരു അനുഗ്രഹത്തെ ഉണ്ടാക്കി തന്നുകൊണ്ടേയിരിക്കും. സദാശിവ പതിവ്രതായേ നമഃ എന്നുള്ള ഇനിയൊരു നാമമുണ്ട്. മഹാപ്രളയസാക്ഷിന്യേ നമഃ എന്നുള്ള ഇനിയൊരു നാമം. സദാശിവ കുടുംബിന്യേ നമഃ. സദാശിവൻ എന്നുള്ള കുടുംബത്തിൽ അംഗമായിരിക്കുന്നവൾ, അല്ലെങ്കിൽ ആ കുടുംബിനിയാകുന്നു ദേവി. കുടുംബത്തെ നാദിയാകുന്നു. കുലാംഗന കുലാംദസ്ത കൗലിനി കുലയോഗിന്യേ നമഃ എന്ന ലളിതാ സഹസ്രനാമത്തിന് നാമമുണ്ട്. കാമേശബദ്ധമാംഗല്യ സൂത്ര ശോഭിത കന്ദരായേ നമഃ. കനകാംഗത കേയൂര കമനീയ ഭുജാന്വിതായേ നമഃ. രത്നഗ്രൈവേയ ചിന്താക ലോലമുക്താഭരാന്വിതായേ നമഃ. കാമേശ്വര പ്രേമരത്ന മണിപ്രതിപണസ്തന്യേ നമഃ. ഇതെല്ലാം വളരെ വിശേഷപ്പെട്ട മാതൃവതാരം എന്ന ലളിതാ സഹസ്രനാമത്തിലെ മന്ത്രങ്ങളാകുന്നു. കാമേശബദ്ധമാംഗല്യ സൂത്ര ശോഭിത കന്ദരായേ നമഃ. പരാശക്തിയുടെ പാതിവൃത്യം പരമശിവനാൽ കട്ടപ്പെട്ടിരിക്കുന്ന സുമംഗല്യാഭരണം എന്ന് പറയപ്പെടുന്ന മംഗലസൂത്രത്തിൻ്റെ ഒരു മഹാത്മ്യത്തെക്കുറിച്ചും വ്യാഖ്യാനം പറയപ്പെടുന്നു. പരമശിവൻ പരാശക്തിയുടെ കഴുത്തിൽ തിരുമംഗല്യാഭരണം ചാർത്തിയതുകൊണ്ട് ശക്തിക്ക് നിത്യമായ സുമംഗലി യോഗം ലഭിച്ചു. അതേ നേരത്ത് പരാശക്തിയെ വിവാഹം ചെയ്ത കാരണത്താൽ സദാശിവനും പരമായുസ് ലഭിച്ചു. ഇങ്ങനെ ഇവർ ഒരുത്തർക്കൊരുത്തർ എപ്പോഴും ജീവിച്ചിരിക്കുന്ന മഹാശക്തി വൈഭവമാകുന്നു ഈ പരമാത്മ സംഗമം. അതിൽ കാമേശ്വര പ്രേമരത്ന മണിപ്രതപണസ്ഥിന്യേ നമഃ. കാമേശ്വരൻ പ്രേമരത്നമായി നൽകപ്പെട്ടതാകുന്നു പരാശക്തിക്ക് നൽകിയിരിക്കുന്ന തിരുമംഗല്യാഭരണം. പരാശക്തി ശിവനിൽ നിന്നും ഈ തിരുമംഗല്യാഭരണത്തെ ഭഗവാന്റെ, ഈശ്വരനായിരിക്കുന്ന സദാശിവന്റെ, തൻ്റെ പതിയായിരിക്കുന്ന പരമാത്മാവിൻ്റെ പ്രേമരത്നമായി സ്വീകരിക്കുന്നു. അതിന് മറുപണയമായി ദേവി ഒന്നും ഫ്രീ ആയിട്ട് സ്വീകരിക്കുന്നില്ല. അതിന് മറുപണയമായി നൽകപ്പെട്ടിരിക്കുന്ന തൻ്റെ 2 സ്തനരത്നങ്ങളെയാകുന്നു എന്ന് പറയപ്പെടുന്നു. കാമേശ്വര പ്രേമരത്ന മണിപ്രതിപണസ്ഥന്യൈ നമഃ. അതിന് എതിർപണയമായി കൊടുത്തുകൊണ്ട്, അതായത് ഇവരെപ്പോഴും ഒന്നാണല്ലോ, ഒരാൾ ചെറുതുമല്ല ഒരാൾ വലുതുമല്ല. പരമേശ്വരൻ അങ്ങനെ ഒരു വലിയ ഒരു അനുഗ്രഹം ദേവിക്ക് ചെയ്തുകൊണ്ട് ദേവി അതിന് പ്രതിഫലമായി നൽകുന്നു. ഞാനും ഒട്ടും മോശക്കാരിയല്ല എന്നുള്ള ഒരു ഭാവം. ഇവിടെ ശത്രുതയെക്കുറിച്ചൊന്നും പറയുന്നില്ല. അവർ രണ്ടുപേരും തമ്മിലുള്ള ശിവശക്തി ലീലകളാകുന്നു ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന എല്ലാ വിനോദങ്ങളും. സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും തിരോധാനവും അനുഗ്രഹവും എല്ലാം തന്നെ ശിവശക്തി ലീലകളാകുന്നു. അങ്ങനെയുള്ള ഏത് കാലത്തിലും എങ്ങനെയുള്ള പ്രളയം വന്നാലും ആ പ്രളയത്തിലൊന്നും നശിക്കാതെ ജീവിച്ചിരിക്കുന്ന ആ പരമശിവന്റെ മഹാത്മ്യത്തെ സദാശിവ മഹാത്മ്യം എന്ന് പറയപ്പെടുന്നു. ആ മഹാത്മ്യത്തിനുള്ള കാരണം പരാശക്തിയായിരിക്കുന്ന നിന്റെ പാതിവൃത്യവും സുമംഗലിയോഗവും ആകുന്നു.
എങ്ങനെയുള്ള പ്രളയങ്ങളാകുന്നു? നിത്യപ്രളയം, ദിവസവും മരിക്കുക ജനിക്കുക, മരിക്കുക ജനിക്കുക എന്നുള്ള നിത്യനാശം. രാവിലെ ഉറങ്ങി എണീറ്റ് രാത്രി നാം ഉറങ്ങുമ്പോൾ നമ്മളുടെ ശരീരജ്ഞാനം, പ്രജ്ഞ മറന്നുപോകും. ശരീരമുണ്ടോ ഇല്ലയോ എന്നുള്ള പോലും ഓർമ്മയുണ്ടാവില്ല. അത് മരണത്തിന് സമമാകുന്നു. ശരീരത്തിൽ നിന്നും ജീവൻ എപ്പോൾ വിട്ടു നിൽക്കുന്നുവോ, അല്ലെങ്കിൽ ആത്മതത്വം എപ്പോൾ വിട്ടു നിൽക്കുന്നുവോ, അപ്പോൾ ജീവന് നിരന്തരമായ മരണം ഏർപ്പെടുന്നു. ഇവിടെ ശരീരത്തിൽ നിന്നും വിട്ട് ഒരുപാട് അകലെ ചെല്ലാതെ കണ്ട് അടുത്ത് തന്നെ നിന്നുകൊണ്ട്, അതായത് ഒരു 30 അടി ഉയരത്തിൽ കൂടുതൽ ഈ ജീവൻ പോകാറില്ല, അല്ലെങ്കിൽ ഈ ആത്മതത്വം സഞ്ചരിക്കാറില്ല. ശരീരത്തെ തന്നെ നോക്കിക്കൊണ്ടിരിക്കും എപ്പോഴും. ആമകളുണ്ടല്ലോ, ടോട്ടോയ്സ്, ആമകൾ കരയിൽ മുട്ടയിട്ടിട്ട് സമുദ്രത്തിനകത്ത് പോകും ആഹാരത്തിന് വേണ്ടി. പക്ഷേ അതിൻ്റെ മനസ്സിൽ മുഴുവൻ ഈ കരയിലുള്ള മുട്ടകളുടെ മുകളിലായിരിക്കും. അത് മറച്ചു വെച്ചിട്ടാണ് പോവുക മണലിനകത്ത്. അത് ആ വഴിയിൽ തന്നെ ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള ചൂട് ഉത്പാദിപ്പിച്ച് അവരെ ജനിപ്പിച്ച് വലുതാക്കി എടുക്കുന്നു ടർട്ടിൽസ്, ആ ടൈനി ബേബീസ് ആയിട്ടുള്ള ടർട്ടിൽസിനെ. അതുപോലെയാണ് ഇവിടെ. ഏത് സമയത്തും ഉത്തമയായ ഒരു പതിവ്രതയായിരിക്കുന്ന സ്ത്രീ തൻ്റെ ഭർത്താവിനെ തന്നെയാണ് മനസാവാച കർമ്മണ ഓർത്തുകൊണ്ട് ജീവിക്കുന്നത്. അങ്ങനെയുള്ള ആ ജീവിതത്തിനുള്ള കാരണമായിരിക്കുന്ന പല സന്ദർഭങ്ങളെയും എടുത്തു പറഞ്ഞ ശേഷം ഇവരെ എല്ലാവരെയും നശിപ്പിക്കുന്ന ഒരു സംഗതിയാകുന്നു പ്രളയം. ലയിക്കുക, പ്രകൃതിയിൽ ജനിക്കപ്പെട്ടിരിക്കുന്ന എല്ലാ തത്വങ്ങളും പ്രകൃതിയിലേക്ക് തന്നെ ലയിക്കപ്പെടുന്നതാകുന്നു പ്രളയം. ഇതൊരു സമയമാണ്. ഈ 100 വർഷം ബ്രഹ്മാവ് ജീവിച്ചിരിക്കുന്നത് പോലെ തന്നെ 100 വർഷം ബ്രഹ്മാവ് ഇല്ലാത്തൊരു സമയമുണ്ടാകും. അപ്പോൾ പരമശിവൻ മാത്രമാണ് ഒരു സൂര്യനായി പ്രത്യക്ഷപ്പെടുന്നത്. ആ സൂര്യനിലൂടെ വരുന്നത് അഗ്നിയാകും, സാധാരണ സൺലൈറ്റ് അല്ല. ഇത് മുഴുവൻ ചുട്ട് കരിക്കും, പിന്നീട് ജലം കൊണ്ട് നിറയ്ക്കുന്നു. വീണ്ടും ഈ സംഹാരാഗ്നി മാറി ഇതിനെല്ലാം തന്നിലേക്ക് വലിച്ചെടുക്കുന്ന ഒരു അഗ്നിയായി ശോഭിക്കുന്നു. അങ്ങനെയെല്ലാം വറ്റിക്കും. ഇന്നത്തെ കാണുന്ന ഈ സമുദ്രങ്ങളെല്ലാം ഡിസപ്പിയർ ആവും, എല്ലാം ഡ്രോട്ട്. മൊത്തം ഇന്ന് ലോകത്തിൽ അല്ലെങ്കിൽ ഈ ബ്രഹ്മാണ്ടത്തിൽ ചുറ്റിക്കറങ്ങി കിടക്കുന്ന ഒട്ടനവധി ഗ്രഹങ്ങളെ കാണാം. ഗ്രഹങ്ങൾ എന്നുള്ള പേര് അവർക്കില്ല, ഗോളങ്ങളെ കാണാൻ സാധിക്കും. ഗ്രഹിക്കുന്ന ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ അതിന് ഗ്രഹം എന്ന് പേര് പറയപ്പെടുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ബാരനായിട്ട് ഇങ്ങനെ ഡാർഫ് എന്ന് പറയില്ല, അങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്, ഒന്നുമില്ല അതിനകത്ത്. ആ ഒരു സ്ഥിതിയാക്കി തീർക്കുന്നതാണ്, ഇതാണ് പ്രളയം എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ നൈമിത്തിക പ്രളയം എന്ന് പറഞ്ഞാൽ നിത്യം മരിക്കുക. അങ്ങനെ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴും മഹാപ്രളയ സാക്ഷിന്യേ നമഃ, ഒരു ശക്തി ആ ശരീരത്തെ ഇങ്ങനെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്, ആമ നോക്കിക്കൊണ്ടിരിക്കുന്നത് പോലെ. അത് പരാശക്തി മാത്രമാണ്. ആ പരാശക്തി ജീവിച്ചിരിക്കുന്നത് കൊണ്ട് ശിവനും ജീവിച്ചിരിക്കുന്നു. ശിവന് വേണ്ടി ശക്തി ജീവിക്കും, ശക്തിക്ക് വേണ്ടി ശിവനും ജീവിക്കുന്നു. ഇതാണ് വലിയ രഹസ്യം. അപ്പോൾ നിത്യം നടക്കുന്ന പ്രളയം, അന്നന്ന് നടക്കുന്ന മരണമാകുന്നു ഈ നിത്യപ്രളയം. പിന്നെയുള്ളത് നൈമിത്തിക പ്രളയം. നൈമിത്തിക പ്രളയം എന്ന് പറയുന്നത് ബ്രഹ്മാവിൻ്റെ ആയുസ് തീരുമ്പോൾ ബ്രഹ്മനിർമ്മിതമായിരിക്കുന്ന എല്ലാ തത്വങ്ങളും അണ്ടചരാചരങ്ങളും അതിൽ തന്നെ നശിക്കുന്നു. ഇതിനാണ് നൈമിത്തിക പ്രളയം എന്ന് പറയപ്പെടുന്നത്. പിന്നെയുള്ളത് പ്രാകൃതിക പ്രളയം. പ്രകൃതി പ്രളയത്തിൽ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, പ്രകൃതിയെ അപഞ്ചീകൃതമായിരിക്കുന്ന മൂലപ്രകൃതി എന്ന പരാശക്തിയാണ് അപഞ്ചീകൃതമായിരിക്കുന്ന പ്രപഞ്ചത്തെ പ്രപഞ്ചമാക്കി തീർക്കുന്നത്. അതായത് പലവിധമായ വായുക്കളും പലവിധമായ അഗ്നി തത്വങ്ങളും പലവിധമായിട്ടുള്ള പല തത്വങ്ങൾ ഈ ബ്രഹ്മാണ്ടത്തിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്നെല്ലാം തിരഞ്ഞെടുത്ത 5 പഞ്ചീകൃതം ചെയ്യപ്പെട്ട 5 മഹാതത്വങ്ങളാകുന്നു ആകാശം, വായു, അഗ്നി, ജലം, പൃഥ്വി, ഭൂമി. ഈ 5നെയും ചേർത്ത് ഈ ഭൂമിയുടെ ചുറ്റുമായി നൽകുന്നു. ഭൂമി എന്ന് പറയപ്പെടുന്ന തത്വം ഒന്നും, അതിൽ തന്നെ ജലവും വസിക്കുന്നു, അതിൽ തന്നെ അഗ്നിയും വസിക്കുന്നു. അതിന് മേലായി കാറ്റ്, വായു വസിക്കുന്നു. ആ കാറ്റിൻ്റെ മുകളിലായി ആകാശം വസിക്കുന്നു. ഇങ്ങനെയാണ് ഈ 5 പേരും ചേർന്ന് പ്രകൃതി എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. പ്രകൃതി ഉണ്ടെങ്കിൽ മാത്രമേ ജീവജാലങ്ങൾക്ക് ജീവിക്കുവാനും വളരുവാനും മരിക്കുവാനും സാധിക്കുകയുള്ളൂ. അങ്ങനെ പ്രകൃതിയിൽ സംബന്ധമായിരിക്കുന്ന 5 മുഖ്യമായ, 5 മാത്രമല്ല ഒട്ടനവധി സംഗതികളുണ്ട് ഇതിനകത്ത്. പഞ്ചഭൂതങ്ങൾ, സപ്തധാതുക്കൾ, പഞ്ചകർമ്മേന്ദ്രിയം, പഞ്ചജ്ഞാനേന്ദ്രിയം, അന്ധകരണം എന്ന് പറയുന്ന മനസ്സ്, ബുദ്ധിചിത്തം, അഹങ്കാരം, പിന്നെ ദശപ്രാണന്മാർ, 10 പ്രാണാദികൾ. ഇങ്ങനെ എല്ലാം കൂടി ചേർന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ശിവം, ശക്തി, കർമ്മം, മായ എന്നുള്ള പല തത്വങ്ങളുണ്ട്. ഇതിൽ വളരെ പ്രാധാന്യമുള്ളതാണ് പഞ്ചഭൂതങ്ങൾ. പഞ്ചഭൂതങ്ങളാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ്. അതിൽ നിന്നാണ് മറ്റുള്ളതെല്ലാം തുടങ്ങുന്നത്. ആ മൂലപ്രകൃതിയിൽ നിന്നും പ്രകൃതിയാകുന്നു. മഹാമായ എന്നുള്ള തത്വം നിന്നും മഹത്ത് എന്നുള്ളതിന് മഹാമായ, മഹാമായയിൽ നിന്നും മനസ്സ്, പിന്നീട്
ഈ ശരീരത്തെ, അതായത് പ്രകൃതിയുടെ ശരീരമാണ് ഈ പഞ്ചഭൂതങ്ങൾ. അങ്ങനെ ആകാശം, പിന്നെ വായു, അഗ്നി, ആപ, പൃഥിവി എന്നുള്ളതാണ്. ഇവർക്കുള്ള തന്മാത്രാ സ്വരൂപമാകുന്ന ഇവരുടെ സബ് ഡിവിഷനാണ്. ഇവരെ അറിയപ്പെടേണ്ട ഒരു രീതിയാണ് ശബ്ദസ്പർശ രൂപരസഗന്ധം. ആകാശത്തിന് ശബ്ദം, വായുവിന് സ്പർശത, അഗ്നി രൂപമാണ്, രസം ജലം, ഗന്ധം നമ്മുടെ ഭൂമി. ഇങ്ങനെ പഞ്ചതന്മാത്രകൾ, അതേമാതിരി തന്നെ പഞ്ച കർമ്മേന്ദ്രങ്ങൾ, പഞ്ചജ്ഞാനേന്ദ്രങ്ങൾ ഇതെല്ലാം ഉണ്ട്. അപ്പോൾ ഈ പഞ്ചപ്രകൃതി 5 ഘടകങ്ങൾ നഷ്ടമായി കഴിഞ്ഞാൽ അത് പിന്നെ മൂലപ്രകൃതിയായി മാറും, അപഞ്ചീകൃതമായി തീരുന്നു. ആ പ്രകൃതിക്ക് തന്നെ നാശം വരുന്ന ഒരു സമയമാണ് ഈ പ്രകൃതി പ്രളയം എന്ന് പറയപ്പെടുന്നത്, പ്രാകൃതിക് പ്രളയം എന്ന് പറയപ്പെടുന്നത്. 4ാമത്തേതായിട്ടുള്ള അത്യന്തിക പ്രളയം. ഈ അത്യന്തിക പ്രളയം എന്ന് പറയുന്നത് നമ്മൾ തപസ്സിലൂടെയും ധ്യാനത്തിലൂടെയും യോഗത്തിലൂടെയും സാധിപ്പിച്ചെടുക്കാൻ പറ്റുന്ന ഒരു പ്രളയാവസ്ഥയാകുന്നു. ജീവൻ മുക്തന്മാരുടെ സ്ഥിതി ഇതാവുന്നു. ആക്ച്വലി ജീവൻ മുക്തന്മാർക്കും ഞാൻ എന്നുള്ള ഒരു അഹങ്കാരം ഉണ്ട് അവരിൽ. കാരണം ഞാൻ ജീവൻ മുക്തനാണ്, ഞാൻ ആത്മാവാകുന്നു, ഞാൻ എല്ലാത്തിനെയും ഒന്നായി കാണുന്നു. അതും ഒരു അഹങ്കാരമാകുന്നു. സോ ജീവൻ മുക്തനിലും ഒരു വലിയ പൊസിഷനിൽ പറയാനുണ്ട് എന്നർത്ഥം. അങ്ങനെയുള്ള ആ അവസ്ഥ, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരിക്കുക, ജീവിച്ചിരുന്നുകൊണ്ട് തന്നെ മരിക്കുക, മരണത്തെ ഭയപ്പെടാതെ മരണത്തെ നേരിടാനുള്ള ശക്തി ആർക്കാ ഉണ്ടാവുക? ശരീരത്തിന് മാത്രമാണ് മരണം, ജീവനല്ല എന്നുള്ള ബോധം മനസാവാച കർമ്മണ സിദ്ധിച്ചിട്ടുള്ള സാധ്യന്. അതാണ് സാക്ഷാത്കാരം എന്ന് പറയുന്നത്. ആത്മസാക്ഷാത്കാരം, മോക്ഷം, മുക്തിയല്ല, മുക്തി ശരീരത്തിനാണ്, മോക്ഷമാണ് ആത്മാവിനുള്ളത്. അങ്ങനെയുള്ള ഈ 4 പ്രളയങ്ങൾ എല്ലാം നശിക്കുന്നതിനെയാണ് മഹാപ്രളയം എന്ന് പറയപ്പെടുന്നത്. അങ്ങനെയുള്ള മഹാപ്രളയകാലത്തിലും ജീവിച്ചിരിക്കുന്ന സദാശിവൻ നിന്നെ വിവാഹം ചെയ്തതുകൊണ്ട് മാത്രമാണ് എന്ന് ഞാൻ തീർച്ചപ്പെടുത്തുന്നു. അങ്ങനെയല്ലേ എന്ന് ചോദിക്കുമ്പോൾ പരാശക്തി പുഞ്ചരിച്ചുകൊണ്ട് അനുഗ്രഹിക്കുന്നു. അതാണ് ഈ സ്തോത്രമാഹാത്മ്യം. ഈ സ്തോത്രത്തെ പല മഹാത്മാക്കളും പാരായണം ചെയ്യുന്നുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ടതായിരിക്കുന്ന 15 മനുക്കൾ, 15 ദേവീഉപാസകന്മാരും ഈ ശ്ലോകങ്ങളെല്ലാം ജപിച്ചാണ് പരാശക്തിയുടെ അനുഗ്രഹത്തെ നേടിയെടുക്കുന്നത്. 15 ദേവീഉപാസകന്മാരെന്ന് പറയപ്പെടുന്നവർ ആദ്യത്തെ മനുവാകുന്നു. ആദ്യത്തെ ദേവീഉപാസകൻ മനു, 2ാമത്തെ ആള് ചന്ദ്രൻ, 3 കുബേരൻ, 4 ലോപാമുദ്ര. ലോപാമുദ്ര സ്ത്രീയാണ്. ഒരു സ്ത്രീ മാത്രമാണ് പരാശക്തിയുടെ ഉപാസികയായിരിക്കുന്നത്, മറ്റുള്ളവരെല്ലാം ഉപാസകന്മാരാണ്. ഈ ലോപാമുദ്ര ദേവി തന്നെയാകുന്നു അഗസ്ത്യരുടെ ധർമ്മപത്നി. അഗസ്ത്യർക്ക് മന്ത്രോപദേശം ലഭിച്ചത് ഈ ലോപാമുദ്ര എന്നാകുന്നു. ലോപാമുദ്ര ദേവി വിദർഭ എന്നുള്ള രാജ്യത്തിൽ, മഹാരാഷ്ട്ര, അവിടെ ജനിച്ചു വന്നിട്ടുള്ളതാണ്. 5ാമത്തേത് മന്മഥൻ, 6ാമത്തെ ഉപാസകൻ അഗസ്ത്യൻ, 7ാമത്തെ ആള് അഗ്നി ഭഗവാൻ, 8ാമത്തെ ദേവി ഉപാസകൻ എന്ന് പറയപ്പെടുന്ന അദ്ദേഹം സൂര്യഭഗവാനാകുന്നു. 9ാമത്തേത് ഇന്ദ്രൻ, 10ാമത്തേത് സ്കന്ദൻ മുരുകൻ, 11ാമത്തേത് ശിവൻ, 12ാമത്തെ ആള് ദുർവാസ, ക്രോഡാഭട്ടാരകൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. എന്തിലും എതിലും ദേഷ്യം വരുന്ന ഒരു വ്യക്തിയാണ്. ക്രോധം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേഷ്യം. ദേശത്തെ തന്നെ തനിക്ക് ആഭരണമായും വസ്ത്രമായും അണിഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ദുർവാസ മഹർഷിയുടെ ജനനം പരമേശ്വരൻ്റെ ജടാമകുടത്തിൽ നിന്നും എടുത്ത ഒരു മുടിയിലൂടെയാണ് ദുർവാസ മഹർഷിയെ ജനിപ്പിക്കുന്നത് രുദ്രൻ. അങ്ങനെയുള്ള ദുർവാസ മഹർഷിയാണ് വളരെയേറെ ശക്തിമന്ത്രങ്ങളുടെ അതിഭയങ്കരമായ ശക്തിമന്ത്രങ്ങളെല്ലാം പ്രയോഗം ചെയ്തിട്ടുള്ള വ്യക്തി. 13ാമത്തെ മഹാത്മാവ് നന്ദികേശ്വരനാകുന്നു. 14ാമത്തേത് ഹരി, 15ാമത്തേത് യമധർമ്മൻ. ഇങ്ങനെ 15 ദേവീഉപാസകന്മാരാണുള്ളത്. അതിൽ വളരെ പ്രധാനപ്പെട്ട ആദ്യത്തെ ഉപാസകനാകുന്നു മനു മഹർഷി. അദ്ദേഹം, അങ്ങനെയുള്ള മനുക്കളാണ് 14 പേർ. ആ 14 മനുക്കൾ ഒരേ സ്ഥലത്ത് തന്നെയാണ് ഇരിക്കുന്നത്, ഒരേ സമയത്താണോ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ലോകമെന്ന് പറയുന്ന ഒരു ചെറിയ ഒരു ഘടകമാകുന്നു. അനന്തകോടി ബ്രഹ്മാണ്ഡജനനേ ദിവ്യവിഗ്രഹായേ നമഃ ലളിതാ സഹസ്രനാമത്തിൽ വ്യാഖ്യാനമുണ്ട്. അനേകം കോടി ബ്രഹ്മാണ്ഡങ്ങളിൽ ലക്ഷക്കണക്കിലിരിക്കുന്ന ഈ സൂര്യസിദ്ധാന്തങ്ങൾ അനുസരിച്ചുള്ള സൗരമാണ്. അതിലെയുള്ള 9 ഗ്രഹങ്ങൾ, പിന്നെ അവിടെ ഒരു ഭൂമി, ഇങ്ങനെ പല ഭൂമികളുണ്ട്. ആ ഓരോ ഭൂമിയിലും ഇതുമാതിരിയുള്ള മനുക്കളുടെ ഭരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് 5,04,000 മനുക്കൾ ഒരു ബ്രഹ്മാവിൻ്റെ ആയുർകാലത്തിൽ 43 കോടി വർഷങ്ങൾക്കകത്ത് ലോക വ്യാപാരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാത്തിനെയും നോക്കി നടക്കുന്ന മഹാശക്തിയാകുന്നു പരാശക്തിയുടെ അംശദേവികൾ. പരാശക്തിയുടെ അംശദേവികൾ മാത്രമാണ് ഇവരെല്ലാം നോക്കി നടക്കുന്നത്. പരാശക്തി എന്ന് പറയുന്ന ആ ഒരു എൻറ്റൈറ്റി, അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷൻ, ആ ഒരു എസ്റ്റാബ്ലിഷ്മെൻ്റ് എന്ന് പറയുന്നത് നമ്മളുടെ വ്യാഖ്യാനത്തിൽ ഒതുങ്ങുന്ന ഒരു കാര്യമല്ല. ഇമാജിനേഷൻസിൽ പോലും ഒതുങ്ങാത്തൊരു ശക്തി, മഹാശക്തിയാകുന്നു.
ആ പരാശക്തിയെ നമുക്ക് ധ്യാനം ചെയ്യുവാനും പൂജ ചെയ്യുവാനും അമ്പയുടെ അനുഗ്രഹം വാങ്ങിക്കുവാനും ആദിശങ്കര ഭഗവത്പാദരെ പോലെയുള്ള ദയാനിധികളായിരിക്കുന്ന ഗുരുക്കന്മാർ നമുക്ക് ഉപദേശിച്ചു തന്നിരിക്കുന്ന ഇത്രയും പുണ്യത്തെ നൽകുന്ന ഈ സ്തോത്രരത്നത്തെ ജപിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മളുടെ കടമ. വിരഞ്ജിഹി പഞ്ചത്വം വ്രജതി ഹരിരാപ്നോതി നിരതിം വിനാശം കീനാശോ ഭജതീധനധോ യാതി നിധനം വിധന്ത്രി മാഹേന്ദ്രീ വിതതിരപി സമ്മീലിതദൃശാഃ മഹാസംഹാരേസ്മിൻ വിഹരതി സതി ത്വത്പതിരസൗ. അങ്ങനെ പരാശക്തിയുടെ അനുഗ്രഹം നേടാൻ ഈ സ്തോത്രത്തെ ജപം ചെയ്ത് ദേവിയുടെ ഉത്തമ ഭക്തന്മാരായി മാറാൻ എല്ലാ ഭക്തർക്കും ദേവി അനുഗ്രഹം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവം ജഗദംബാർപ്പണമസ്തു. ഹരി ഓം.